മൂവാറ്റുപുഴ സ്വദേശി സോജൻ വള്ളമറ്റം ന്യൂസ് പ്രിന്റ് പൾപ്പിനുള്ള യൂക്കാലിപ്റ്റസ് പ്ലാന്റേഷനു വേണ്ടിയാണ് കാന്തല്ലൂരിലെത്തിയത്. എന്നാൽ 6 വർഷം കഴിഞ്ഞപ്പോഴേക്കും മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത മനസ്സിലാക്കി യൂക്കാലിപ്റ്റസ് വിട്ട് പൂകൃഷിയിലേക്കും പഴവർഗ്ഗങ്ങളുടെ കൃഷിയിലേക്കും തിരിയുകയായിരുന്നു. കേരളത്തിൽ പോളി ഹൗസ് അത്ര തന്നെ പ്രചാരത്തിലില്ലാതിരുന്ന ഒരു കാലത്ത് അത്തരം കൃഷിരീതികൾ പരീക്ഷിച്ച് പൂകൃഷി നടത്തി വിളവെടുത്ത് വിപണിയിലെത്തിക്കാൻ ഏറെ പ്രതിസന്ധികൾ നേരിട്ടാണ് സോജൻ ഇന്ന് കാർഷിക വിജയം നേടി നിൽക്കുന്നത്. ഞാൻ കാന്തല്ലൂർ കൃഷി തുടങ്ങിയത് 1991 തുടർന്ന് ഞാൻ ഒരു ഹൈടെക് രീതിയിലുള്ള പൂക്കൃഷിയിലേക്ക് തിരിയാനായിട്ട് തീരുമാനിച്ചു. അതാവുമ്പം നമ്മളൊരു ചെറിയ ഏരിയയിൽ നിന്ന് നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ 96 ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പോളി ഹൗസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ പ്രചാരത്തിലായിട്ടില്ലാത്തൊരു സമയമാണ്. രണ്ടായിരത്തി 2011 ആയപ്പോഴത്തേക്കും കേരള സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ രൂപീകൃതമായി. അപ്പോൾ അവരുടെ ഒരു നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇപ്പോൾ ഇത് ഇത്രയും നല്ല രീതിയിൽ ഇത് കൊണ്ടുനടക്കാൻ പറ്റിയത്. അപ്പോൾ അത് ഞാൻ 2012 ഫസ്റ്റ് എനിക്ക് ഇൻസ്റ്റാൾമെൻറ്റ് അവരുടെ സബ്സിഡി കിട്ടി. അതുവഴി എനിക്ക് ഒരു 4000 സ്ക്വയർ മീറ്ററോളം ആദ്യ ഘട്ടത്തിൽ തീർത്തെടുത്തു. പിന്നീട് അത് 8000 വരെ ആയി. ഇതിൽ ആദ്യകാലത്ത് ഞാൻ ജർബറയാണ് ചെയ്തിരുന്നത്. ജർബറ 2 സീസൺ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ക്രോപ്പ് റൊട്ടേഷൻ വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ ജർബറ ഫ്ലവേഴ്സിൻ്റെ ഡിമാൻഡുകളും കുറഞ്ഞു തുടങ്ങിയായിരുന്നു. കിട്ടുന്ന സമയത്ത് നമുക്ക് നല്ല ക്രോപ്പ് നല്ല വിലയ്ക്ക് വിൽക്കാൻ പറ്റുന്നുണ്ട്. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ കാണും നമ്മുടെ ഇവിടുത്തെ ഈ കാലാവസ്ഥ. അപ്പോൾ അതിൻ്റെ ദോഷങ്ങളെ മാത്രം നമ്മൾ കാണാതെ അതിൻ്റെ നല്ല വശങ്ങൾ കൂടുതൽ നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എന്തും പോസിറ്റീവായിട്ട് കാണുക എന്നുള്ളൊരു നേച്ചറേ എനിക്കുള്ളൂ. അപ്പോൾ ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വിത്ത് മുതൽ വിപണി വരെ കൃഷിക്കാർക്ക് വേണ്ട പല ഘടകങ്ങൾക്കും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതികളിലൂടെ സബ്സിഡി ലഭ്യമാണ്. സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റങ്ങളെ കാർഷിക വൃത്തിയിലേക്ക് ഏകോപിപ്പിക്കുന്ന സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതികൾ കൃഷിക്കും കാർഷിക വിഭവങ്ങളുടെ വിപണനത്തിനും വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുവാൻ കേരളത്തിലെ കർഷകർക്ക് വലിയ സാധ്യതകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്.